ജനുവരി 13 പൗഷ് പൗർണമി ദിനത്തിൽ ആരംഭിച്ച പ്രയാഗ്രാജ് മഹാകുംഭമേളയ്ക്ക് നാളെ മഹാശിവരാത്രി ദിവസത്തെ പുണ്യസ്നാനത്തോടെ സമാപനം. കോടിക്കണക്കിന് ഭക്തരാണ് മഹാശിവരാത്രി പുണ്യം തേടി പ്രയാഗ്രാജിലേക്ക് ഒഴുകുന്നത്. ഇതുവരെ 62 കോടിയിൽ പരം തീർത്ഥാടകരെത്തിയെന്നാണ് കണക്കുകൾ. മേഖലയിൽ സുരക്ഷാ സന്നാഹം ശക്തമാക്കിയിട്ടുണ്ട്. മെഡിക്കൽ യൂണിറ്റുകൾ 24 മണിക്കൂറും സജ്ജമാണ്. ഇന്നലെ 15,000-ൽ പരം ശുചീകരണ തൊഴിലാളികൾ പങ്കെടുത്ത ശുചീകരണ യജ്ഞം നടത്തി. 10 കിലോമീറ്ററോളം തൂത്തുവൃത്തിയാക്കി. ശുചീകരണ യജ്ഞങ്ങളിൽ ഇത് ലോക റെക്കോർഡാണെന്ന് ഉത്തർപ്രദേശ് സർക്കാർ വ്യക്തമാക്കി. തിക്കും തിരക്കും നിയന്ത്രിക്കാൻ ന്യൂഡൽഹി പ്രയാഗ്രാജ് റെയിൽവേ സ്റ്റേഷനുകളിൽ ഉൾപ്പെടെ ക്രമീകരണങ്ങൾ ഊർജിതമാണ്. കുംഭമേളയിലും ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷനിലും തിക്കിലും തിരക്കിലും മരണങ്ങളുണ്ടായ സാഹചര്യത്തിലാണ് അതിജാഗ്രത. ഇന്നലെ മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രി ഏക്നാഥ് ഷിൻഡെ, മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗ്യാനേഷ് കുമാർ, ബോളിവുഡ് നടൻ അക്ഷയ് കുമാർ, നടി കത്രീന കൈഫ് എന്നിവർ ത്രിവേണി സംഗമത്തിൽ പുണ്യസ്നാനം ചെയ്തു. അതേസമയം കുംഭമേള ക്രമീകരണങ്ങളിൽ ആരോപണമുന്നയിക്കുന്ന പ്രതിപക്ഷ നേതാക്കളെ കഴുകന്മാരെന്നും പന്നികളെന്നും ആക്ഷേപിച്ച് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥും രംഗത്തെത്തി. ഒറ്റപ്പെട്ട സംഭവങ്ങളെ ഊതിപ്പെരുപ്പിക്കുന്നു. സമാജ്വാദ് പാർട്ടിയെ പോലെ വിശ്വാസം വെച്ച് കളിച്ചിട്ടില്ല എന്നും യോഗി കുറ്റപ്പെടുത്തി. അതിനിടെ കുംഭമേളയുമായി ബന്ധപ്പെട്ട് തെറ്റിദ്ധരിപ്പിക്കുന്ന പോസ്റ്റുകൾ ഷെയർ ചെയ്ത 140 സാമൂഹിക മാധ്യമ അക്കൗണ്ടുകൾക്കെതിരെ UP പോലീസ് കേസെടുത്തു. സ്ത്രീകൾ സ്നാനം ചെയ്യുന്ന ദൃശ്യങ്ങളെ മോശമായി ചിത്രീകരിച്ച് ഷെയർ ചെയ്ത 17 പേർക്കെതിരെയും FIR രജിസ്റ്റർ ചെയ്തു കഴിഞ്ഞു. ഒരാളുടെ അറസ്റ്റും രേഖപ്പെടുത്തി. അതേസമയം കുംഭമേളയ്ക്കെന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ടുപോയി ഭാര്യയെ കഴുത്തറുത്തു കൊന്ന കേസിൽ ഭർത്താവിനെ പ്രയാഗ്രാജിൽ അറസ്റ്റ് ചെയ്തു. കാമുകിയുമായി ജീവിക്കാൻ ഭാര്യയെ ഒഴിവാക്കുന്നതിനായിരുന്നു കൊലപാതകമെന്ന് ഡൽഹി സ്വദേശിയായ ഭർത്താവ് പോലീസിനോട് സമ്മതിച്ചു. കൂടാതെ കുംഭമേളയിൽ പങ്കെടുത്ത് മടങ്ങിയ കർണാടക സ്വദേശികളായ 6 പേർ വാഹനാപകടത്തിൽ മരിച്ചു. മധ്യപ്രദേശിലെ ജബൽപൂരിൽ ഇന്നലെ പുലർച്ചെയോടെയായിരുന്നു സംഭവം. 2 പേരുടെ നില ഗുരുതരമാണ്. അമിത വേഗതയിലായിരുന്ന കാറ് ഡിവൈഡറിലിടിച്ച് നിയന്ത്രണം വിട്ട സ്വകാര്യ ബസ്സുമായി കൂട്ടിയിടിക്കുകയായിരുന്നു. അതിനിടെ മഹാകുംഭമേള അതിന്റെ പരിസമാപ്തിയിലേക്ക് എത്തിയിരിക്കുകയാണ്. കുംഭമേളയുടെ പുണ്യസ്നാനത്തിന് വേണ്ടി ലക്ഷക്കണക്കിന് ഭക്തരാണ് പ്രയാഗ്രാജിലേക്ക് ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുന്നത്. ഏറ്റവും അവസാനമായി പുറത്തുവരുന്ന കണക്ക് പ്രകാരം 52 കോടി ഭക്തർ പുണ്യസ്നാനത്തിന് വേണ്ടി എത്തിക്കഴിഞ്ഞു. ഫെബ്രുവരി 26 മഹാശിവരാത്രിയോടനുബന്ധിച്ചുള്ള അവസാനത്തെ സ്നാനത്തിൽ പങ്കെടുക്കാൻ ലക്ഷക്കണക്കിന് പേർ എത്തുമെന്നതാണ് പ്രതീക്ഷ. ഇപ്പോഴിതാ മഹാകുംഭമേള അവസാനിക്കുന്ന ദിവസം. ആകാശത്ത് നടക്കുന്ന ഒരു അപൂർവ ജ്യോതിഷ പ്രതിഭാസത്തെക്കുറിച്ചുള്ള ചർച്ചകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. സൗരയൂഥത്തിലെ 7 ഗ്രഹങ്ങളും ഭൂമിയിൽ നിന്ന് നോക്കിയാൽ ദൃശ്യമാകുന്ന കാഴ്ചയാണ് ഈ അപൂർവ ജ്യോതിഷ പ്രതിഭാസം. സൗരയൂഥത്തിലെ 7 ഗ്രഹങ്ങളായ ബുധൻ, ശുക്രൻ, ചൊവ്വ, വ്യാഴം, ശനി, യുറാനസ്, നെപ്റ്റ്യൂൺ എന്നിവ ഇന്ത്യയിൽ നിന്ന് രാത്രി ആകാശത്ത് ദൃശ്യമാകും. ആകാശത്തിലെ ഈ ദൃശ്യവിസ്മയം മഹാകുംഭമേളയ്ക്ക് സവിശേഷമായൊരു പ്രാധാന്യമാണ് നൽകുന്നത്. കാരണം ഈ പ്രപഞ്ച പ്രതിഭാസങ്ങൾ ആത്മീയ ഊർജത്തെ ഉത്തേജിപ്പിക്കുമെന്നാണ് പലരും വിശ്വസിക്കുന്നത്. 2025 ജനുവരിയിൽ ശുക്രൻ, ചൊവ്വ, വ്യാഴം, ശനി, യുറാനസ്, നെപ്റ്റ്യൂൺ എന്നിവയുടെ ദൃശ്യതയോടെയാണ് ഈ പ്രതിഭാസം ആരംഭിച്ചത്. ഫെബ്രുവരിയിൽ ഈ നിരയിലേക്ക് ബുധൻ കോടി എത്തിച്ചേർന്നതിന് ശേഷമാണ് പ്രതിഭാസം അവസാനിക്കുന്നത്. 2025 ഫെബ്രുവരി 28 ഈ പ്രതിഭാസം അതിന്റെ ഉച്ചസ്ഥായിയിൽ എത്തുന്നതായിരിക്കും. അന്ന് 7 ഗ്രഹങ്ങളും സൂര്യന്റെ ഒരു വശത്ത് ദൃശ്യമാകും. സൂര്യൻ ആകാശത്തിന് കുറുകെ കണ്ടെത്തുന്ന പാത, അവയുടെ ഭ്രമണപഥങ്ങൾ ഏകദേശം ഒരേ തലത്തിലായതിനാൽ ഈ ആകാശഗോളങ്ങൾ ക്രാന്തി വൃത്തത്തിലാണ് ദൃശ്യമാകുക. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.